ഹലോ മക്കളെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഫോർത്ത് അലോട്ട്മെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്? റിലീസ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ നിങ്ങൾക്ക് അറിയാം, ഇത്തിരി വൈകിട്ടാണ് റിലീസ് ചെയ്തത്. എങ്കിൽ പോലും എന്ത് ചെയ്തിട്ടുണ്ട്? നിങ്ങളുടെ ഫോർത്ത് അലോട്ട്മെന്റ് വന്നിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കിപ്പോൾ ഉള്ള മെയിൻ ഡൗട്ട്, ഇനി എന്താണ് സ്റ്റെപ്സ്, ഇനി എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുക, എന്തൊക്കെയാണ് നമുക്ക് മുമ്പിലുള്ള ഓപ്ഷൻസ് എന്നൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, കുട്ടികളുടെ മുമ്പിലുള്ള ഡൗട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതെല്ലാം കൂടെ ചുരുക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ കാണുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇതിൽ ക്ലിയർ ആവും. എന്നാൽ ഒരുപാട് കുട്ടികൾ രാവിലെ തൊട്ട് തന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ എനിക്ക് എന്താ പറയുക, എല്ലാവരെയും എടുക്കാൻ കഴിയത്തില്ല എന്ന ഒന്നാമത്തെ കാര്യം. പിന്നെ ഇത്തിരി തിരക്കും കൂടെയാണ്. അപ്പം ഇതെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് മാനേജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം നിങ്ങൾ എന്നെ വിളിച്ചു കഴിഞ്ഞാലും എനിക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരത്തില്ല, കോളുകൾ എടുക്കാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. എന്നാൽ ഇഷ്ടംപോലെ കോളുകൾസ് ഇപ്പം തന്നെ ഓൾമോസ്റ്റ് 400 അബോവ് കോൾസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ സമയത്തിനുള്ളിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം എനിക്ക് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ സ്വാഭാവികമായിട്ടും പറ്റത്തില്ല എന്ന കാര്യം നിങ്ങൾക്ക് അറിയാലോ. സോ ഈ വീഡിയോ നിങ്ങളും ഫുൾ ആയിട്ട് കാണും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും എന്ത് ചെയ്യാം, ഇതിൽ ക്ലിയർ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങളുടെ അലോട്ട്മെന്റ് വന്നപ്പോൾ പുതിയതായിട്ട് അലോട്ട്മെന്റ് ലഭിച്ച കുട്ടികളാണ്. അതായത് ആദ്യത്തെ 3 അലോട്ട്മെന്റ് ലഭിച്ചിട്ടില്ല, ഫോർത്ത് അലോട്ട്മെന്റിലാണ് ഒരു കുട്ടിക്ക് ലഭിച്ചതെങ്കിൽ ആ കുട്ടിക്ക് എന്ത് ചെയ്യും, റൗണ്ട് 4 എന്നായിരിക്കും അവിടെ കാണുക. ഓക്കെ, അലോട്ട്മെന്റ് ലെറ്ററിന്റെ അവിടെ റൗണ്ട് 4 എന്ന് കാണാം. ആ റൗണ്ട് 4ൽ കിട്ടിയ കോളേജിൽ ഫ്രീസ് എന്ന് പറഞ്ഞ ഓപ്ഷനോ ഫ്ലോട്ട് അതോ അപ്ഗ്രേഡ് എന്ന് പറഞ്ഞ ഓപ്ഷനോ ഒന്നും അവിടെ കാണാൻ കഴിയത്തില്ല. ഓക്കെ, അപ്പോൾ ആ കുട്ടികൾ എന്താ ചെയ്യേണ്ടത്? ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ ഡോക്യുമെന്റ്സ് വെരിഫൈ ആകുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ നമ്മൾ ഓൾറെഡി ഫസ്റ്റും സെക്കൻഡും തേർഡും റൗണ്ടിലൊക്കെ നമ്മൾ അറിയിച്ചതുപോലെ നിങ്ങളുടെ ഡോക്യുമെന്റ്സ് നിങ്ങൾക്ക് ആ സമയത്ത് അലോട്ട്മെന്റ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡോക്യുമെന്റ്സ് വെരിഫിക്കേഷൻ കഴിയണം. അത് കഴിഞ്ഞാൽ മാത്രമേ പേയ്മെന്റ് ഓപ്ഷൻ വരൂ. പേയ്മെന്റ് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യത്തുള്ളൂ, നിങ്ങൾക്ക് ഫ്രീസിൻ്റെ അപ്ഗ്രേഡിൻ്റെ ഓപ്ഷൻ വരത്തുള്ളൂ. അപ്ഗ്രേഡിന് നിങ്ങൾ മൈൻഡേ ചെയ്യേണ്ട. അപ്ഗ്രേഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ മോപ്പബിലൊന്നും പങ്കെടുക്കാൻ കഴിയത്തില്ല. അപ്ഗ്രേഡ് അത് വെറുതെയാണ് ആ ഓപ്ഷൻ. ഓക്കെ, ആ സാധനം നിങ്ങൾ നോക്കുകയോ മൈൻഡേ ചെയ്യേണ്ട. ബട്ട് ഫ്രീസിൻ്റെ ഓപ്ഷൻ നിങ്ങൾ ഫ്രീസ് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങളുടെ സീറ്റ് അവിടെ കിട്ടത്തുള്ളൂ. ഇനി ഫ്രീസ് ചെയ്തില്ല എങ്കിലോ, നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണല്ലോ ഫ്രീസിൻ്റെ ഓപ്ഷൻ വരുന്നത്. അപ്പോൾ ഫ്രീസ് ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല, നിങ്ങൾക്ക് അഡ്മിഷൻ ചിലപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ചിലപ്പോൾ ഫ്രീസ് ആകാം. അതല്ല, ഓട്ടോമാറ്റിക്കായിട്ട് ഫ്രീസ് ആകും, അതാണ് ചാൻസ് കൂടുതൽ. പിന്നെ ICR വെബ്സൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയത്തില്ല. ഫ്രീസ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഫ്രീസ് ചെയ്യുക. അതല്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽഡ് ഓപ്ഷൻ ഉണ്ട്, ക്യാൻസൽ ചെയ്യുക. ക്യാൻസൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ ഒരിക്കലും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഫീ പേയ്മെന്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. വെറുതെ നമ്മൾ 1000 rupees അങ്ങോട്ട് കൊടുക്കുന്ന ഒരു പ്രവണതയാണല്ലോ അത്. ഓക്കെ, അപ്പോൾ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി നോക്കുന്നവരാണ് ഈ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് തൃപ്തികരമല്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫ്രീസ് ചെയ്യുക, പേയ്മെന്റ് അടയ്ക്കാതിരിക്കുക. എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മോപ്പപ്പിൽ പങ്കെടുക്കാൻ കഴിയും. ഓക്കെ, അതല്ല എങ്കിൽ നിങ്ങൾക്ക് മോപ്പപ്പിൽ പങ്കെടുക്കാൻ കഴിയത്തില്ല. ഫ്രീ പേയ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോപ്പപ്പിൽ പങ്കെടുക്കാൻ വേണ്ടി കഴിയത്തില്ല. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. സെക്കൻഡ് ആയിട്ട് വരുന്നത്, ഫസ്റ്റിലോ സെക്കൻഡിലോ തേർഡിലോ ഏതെങ്കിലും ഒരു അലോട്ട്മെന്റ് ലഭിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് അപ്ഗ്രേഡ് ചെയ്തവർക്ക് ഈ അലോട്ട്മെന്റിൽ അപ്ഗ്രേഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റൗണ്ട് 4 എന്ന് പറഞ്ഞ് കാണിച്ചിട്ട് നിങ്ങൾക്ക് അപ്ഗ്രേഡ് ആയിട്ടുള്ള പുതിയ യൂണിവേഴ്സിറ്റി അവിടെ കാണാൻ കഴിയും. ഇനി അപ്ഗ്രേഡ് ആയിട്ടില്ല എങ്കിലോ നിങ്ങൾക്ക് ആദ്യം ലഭിച്ച ആ യൂണിവേഴ്സിറ്റി തന്നെ അവിടെ കാണാൻ കഴിയും. ആ ഏത് റൗണ്ടിലാണോ കിട്ടിയത് അതും അവിടെ നിന്ന് എന്ത് ചെയ്യും, മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ കുട്ടികൾക്ക് ഇനിയുള്ള ഡൗട്ട് എന്താണെന്ന് ചോദിച്ചാൽ, അവിടെയും അവർക്ക് ഫ്രീസും അപ്ഗ്രേഡും 2 ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ അപ്ഗ്രേഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കൊടുക്കാൻ കഴിയത്തില്ല. അപ്ഗ്രേഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇനി നിങ്ങൾ നോക്കുകയോ വേണ്ട. ഒന്നുകിൽ ഫ്രീസ് ചെയ്യുക, അതല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യുക. ഈ 2 ഓപ്ഷനാണ് നിങ്ങൾക്കുള്ളത്. ഒന്നുകിൽ നിങ്ങൾക്ക് ഇഷ്ടം ഓക്കെയാണ്, ഈ യൂണിവേഴ്സിറ്റി കിട്ടിയാൽ പോകാം, റെഡിയാണ്, അങ്ങനെയാണെങ്കിൽ ഫ്രീസ് ചെയ്യുക. ഇനി അതല്ല, നിങ്ങൾക്ക് ഈ യൂണിവേഴ്സിറ്റി പോരാ, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് ഈ ഒരു യൂണിവേഴ്സിറ്റി പഠിക്കാൻ ആഗ്രഹമില്ല, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണം, അഥവാ വേറെ എന്തെങ്കിലും കോഴ്സിലൂടെ നോക്കണം എന്നാണ് ഉള്ളതെങ്കിൽ ക്യാൻസൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ക്യാൻസൽ ചെയ്യുക, 9000 rupees നിങ്ങൾക്ക് റീഫണ്ട് ആവും. അതേപോലെ ഇത് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്ന പോലെ 28th September ആണ്. ഓക്കെ, അപ്പോൾ 28ാം തീയതിക്കുള്ളിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു വാലിഡ് ആയിട്ടുള്ളൂ. അതല്ല, നിങ്ങൾ അതും കഴിഞ്ഞിട്ടാണ് ക്യാൻസൽ ചെയ്യാൻ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾ അങ്ങോട്ട് ഫൈൻ കൊടുക്കേണ്ടി വരും. ഓക്കെ, സോ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ പറഞ്ഞ 9000 തിരിച്ച് കിട്ടണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് ചെയ്യുവാണെങ്കിൽ മാക്സിമം 28ന് മുമ്പേ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അതാണ് രണ്ടാമത്തെ കൂട്ടർ. അടുത്ത തേർഡ് ടൈപ്പ് ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ ഇവർ എന്താ പറയുക, ഇവർക്ക് ഒരു ഓപ്ഷൻസും കാണിക്കുന്നില്ല. മീൻസ് റൗണ്ട് ലഭിച്ചിട്ടുണ്ട്, സീറ്റ് ലഭിച്ചിട്ടുണ്ട്, നേരത്തെ അപ്ഗ്രേഡ് ചെയ്തായിരുന്നു, ഇപ്പോൾ ഫ്രീസിൻ്റെ ഓപ്ഷൻ കാണിക്കുന്നില്ല. അങ്ങനെയുള്ളവരാണ് ഈ ICRോട് കോൺടാക്ട് ചെയ്യുക. ICR ഹെൽപ്പ് ഡെസ്ക് നമ്പർ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ ഏറ്റവും മുകളിൽ ഇവിടെ കാണുന്നതാണ് ICR ഹെൽപ്പ് ഡെസ്ക് നമ്പർ. ഇതിലോട്ട് അവരെ കോൺടാക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഇഷ്യൂസ് പറയുക. അപ്പോൾ എന്ത് ചെയ്യും, അവരത് സോൾവ് ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ ആ ഒരു ഇതിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ഇല്ല എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് നെക്സ്റ്റ് ആൾക്കാരെന്ന് പറയുമ്പം മോപ്പപ്പിലോട്ട് പങ്കെടുക്കാൻ വേണ്ടി നിൽക്കുന്നവർ. മോപ്പപ്പിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഗൈഡൻസ് തന്നെ ഞാൻ എന്ത് ചെയ്യാം, തുടർന്നുള്ള വീഡിയോസിൽ ഞാൻ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഉണ്ട് എങ്കിൽ പോലും ഞാൻ എന്ത് ചെയ്യാം, ഷോർട്ടായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു അലോട്ട്മെന്റ് ലഭിക്കാത്ത കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് മോപ്പപ്പിൽ പങ്കെടുക്കാം. ഓക്കെ, മോപ്പപ്പിൽ പങ്കെടുക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്,
നമുക്ക് സൗത്തിലുള്ള ഓൾമോസ്റ്റ് എല്ലാ കോളേജസിൻ്റെയും സീറ്റ് ഫില്ലായിട്ടുണ്ട്. അതേപോലെ ഒരുപാട് കുട്ടികൾ നമ്മളോട് ചോദിച്ചതാണ്, എനിക്ക് ഇത്ര റാങ്ക് ഉണ്ട്, കഴിഞ്ഞ പ്രാവശ്യം 8000 9000 വരെയൊക്കെ നമ്മുടെ സൗത്തിൽ കയറിയിട്ടില്ലേ, ഈ പ്രാവശ്യം എന്തുകൊണ്ട് കയറിയില്ല എന്ന് ചോദിച്ചിട്ട് കുറേ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, മെസ്സേജ് ചെയ്യുന്നുണ്ട്, കുറേ കുട്ടികൾ കോൾ ചെയ്യുന്നുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ തവണ നമ്മുടെ തമിഴ്നാട് പോലും എന്ത് ചെയ്തിട്ടുണ്ട്, 4000 വരെയൊക്കെ ഓൾമോസ്റ്റ് കയറിയിട്ടുണ്ട്, കാറ്റഗറി റാങ്ക് ആയാലും അല്ലാതെ. ഓക്കെ, അപ്പം ഈ പ്രാവശ്യം 2000 പോലും എന്ത് ചെയ്തിട്ടില്ല, അടുപ്പിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്രമാത്രം സീറ്റ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒക്യുപ്പൈഡ് ആയിട്ടുണ്ട്. ഓക്കെ, അത്രമാത്രം സ്റ്റുഡൻസ് ആ ഒരു കോളേജിലേക്ക് അഥവാ ആ ഒരു യൂണിവേഴ്സിറ്റിക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നോക്കുക നമുക്ക് സൗത്തിലുള്ള ഓൾമോസ്റ്റ് എല്ലാ കോളേജസും എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ഓൾമോസ്റ്റ് ഒക്യുപ്പൈഡ് ആണ്. അതുകൊണ്ട് നിങ്ങളുടെ റാങ്ക് അത്യാവശ്യം മോശമാണെങ്കിൽ നിങ്ങൾ സൗത്ത് മാത്രം നോക്കി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യത്തില്ല, കിട്ടത്തില്ല. മോപ്പപ്പിന് നിങ്ങൾ അപേക്ഷിച്ചിട്ട് വെറുതെ ആയിപ്പോവും. നിങ്ങൾക്കുള്ള ലാസ്റ്റ് ചാൻസ് ആണെന്ന കാര്യം നിങ്ങൾക്ക് അറിയാലോ. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നോർത്തും കൂടെ ചേർത്ത് വയ്ക്കുക. ഒരുപാട് പാരൻസിനോടും ഒരുപാട് മക്കളോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ അഡ്മിഷൻ എടുക്കണം എന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ സൗത്ത് മാത്രം നിന്ന് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ നോർത്തിലോട്ട് പോവുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ, നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കത്തുള്ളൂ. അതല്ല നിങ്ങൾ സൗത്ത് മാത്രമേ കിട്ടുന്നുള്ളൂ, സൗത്ത് മാത്രമേ ജോയിൻ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ 1 ഇയർ നിങ്ങൾക്ക് എന്ത് ചെയ്യും, വേസ്റ്റാവും. ഇനിയിപ്പം അതല്ല, എനിക്ക് കിട്ടുവാണെങ്കിൽ സൗത്ത് മതി, ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാൻ റെഡിയാണ് എന്ന് തീരുമാനിച്ച് നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് കോഴ്സ് ആ ഒരു രീതിക്ക് ഓപ്ഷൻസ് ഫില്ല് ചെയ്യാം. ഓക്കെ, സോ ആ കാര്യം എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. നിങ്ങളുടെ അതേപോലെ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ ഡോക്യുമെന്റ്സ് ഏതെങ്കിലും കറക്റ്റ് സമയത്ത് അപ്ലോഡ് ചെയ്യാൻ കഴിയാത്ത കുട്ടികൾ. ഓക്കെ, റിജക്റ്റ് ആയതല്ല, ഡോക്യുമെന്റ്സ് സമയത്തിന് സബ്മിറ്റ് ചെയ്യാൻ കഴിയാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോപ്പബിൽ പങ്കെടുക്കാം. ഓൾസോ നിങ്ങളുടെ രജിസ്ട്രേഷൻ്റെ സമയത്ത് ഒരു ഫീസ് 500 റുപ്പീസ് അടച്ചില്ലായിരുന്നു. ഈ ഫീസ് അടച്ചതിന് ശേഷം ചോയ്സ് ഫില്ല് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും, പങ്കെടുക്കാൻ കഴിയും. അതേപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അലോട്ട്മെന്റ് ലഭിച്ചു, നിങ്ങൾ ഫീ പേയ്മെന്റ് നടത്താൻ കഴിഞ്ഞില്ല എങ്കിൽ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഈ റൗണ്ടിൽ കിട്ടിയ കുട്ടികളാണ്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമില്ല, മോപ്പബിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഫീ പേയ്മെന്റ് ചെയ്യാതിരിക്കുക. അങ്ങനെയുള്ള കുട്ടികൾക്കും എന്ത് ചെയ്യാം, മോപ്പബിൽ പങ്കെടുക്കാം. ഇതാണ് മെയിനായിട്ട് മോപ്പബിൽ പങ്കെടുക്കാനുള്ള ചില ക്രൈറ്റീരിയസ് എന്ന് പറയുന്നത്. ബാക്കി എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങളുടെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങൾ എല്ലാവരും കൂടെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എനിക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല, എടുക്കാൻ വേണ്ടി കഴിയത്തില്ല, എനിക്ക് എല്ലാവരുടെയും മെസ്സേജസിന് റിപ്ലൈ കൊടുക്കാൻ കഴിയത്തില്ല. സോ ഓൾമോസ്റ്റ് എല്ലാ ഡൗട്ട്സും ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓൾസോ നമ്മുടെ ബാച്ച്, നമ്മുടെ CUT 2025ക്ക് വേണ്ടിയിട്ടുള്ള ബാച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നാളെ തുടങ്ങുന്നുണ്ട്. സോ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മെസ്സേജ് ചെയ്യുക. നെക്സ്റ്റ് ബാച്ചിന് വേണ്ടി ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്. കോൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ എടുത്തൊന്നും വരത്തില്ല. ഓക്കെ, അപ്പം മെസ്സേജ് ചെയ്യുക. മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാം, മെസ്സേജ് കാണുന്നത് ഞാൻ എന്ത് ചെയ്യാം, അതിനുള്ള റിപ്ലൈ തരാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ.